ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റുകൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. കേർലി ബ്രേസസ് ഉപയോഗിച്ചാണ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, മൈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ 2 കേർലി ബ്രേസ് ഉപയോഗിച്ചാണ് ഒബ്ജക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റുകളിൽ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. കീ ഒരു സ്ട്രിങ്ങും വാല്യൂ ഏത് ഡേറ്റ ടൈപ്പും ആവാം. നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിളിൽ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പേഴ്സൺ ഒബ്ജക്റ്റിൽ നെയിം എന്ന് പറയുന്നത് കീയും ആ നെയിമിന് കൊടുക്കുന്ന വാല്യൂ ആണ് ജോൺ എന്ന് പറയുന്നത്. അതുപോലെ ഏജ് എന്ന് പറയുന്നത് കീയും ആ ഏജിന് കൊടുക്കുന്ന വാല്യൂ ആണ് 30. ഇതിൽ ജോൺ എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പും 30 എന്ന് പറയുന്നത് ഒരു നമ്പർ ഡേറ്റ ടൈപ്പുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കീ ഒരു സ്ട്രിങ്ങും ആയിരിക്കാം, വാല്യൂ ഏത് ഡേറ്റ ടൈപ്പും ആയിരിക്കാം. അടുത്തത് നമ്മൾ ഈ പേഴ്സൺ ഒബ്ജക്റ്റിനെ എങ്ങനെ നമ്മൾ വ്യൂ ചെയ്യും. console.log person എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഒബ്ജക്റ്റിലെ കീ എപ്പോഴും യുണീക്ക് ആയിരിക്കും. അഥവാ ഒരു കീ ആവർത്തിച്ചാൽ ആ കീക്ക് നമ്മൾ അസൈൻ ചെയ്ത ലാസ്റ്റ് വാല്യൂ നിലനിൽക്കും. എക്സാമ്പിളിൽ നമ്മൾ നെയിം എന്ന് പറയുന്ന കീ നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പിന്നെയും സാറ എന്ന് പറയുന്ന വാല്യൂ പിന്നെയും കൊടുത്തു. അപ്പോൾ നമ്മൾ കൺസോളിൽ ലോഗ് ചെയ്ത് നോക്കുമ്പോൾ കാണാം നെയിമിന് ഇപ്പോൾ എന്താണ് വാല്യൂ ഉണ്ടാവുക, സാറ എന്ന് ലാസ്റ്റ് അസൈൻ ചെയ്ത വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഒബ്ജക്റ്റിൽ മറ്റു ഒബ്ജക്ട്സ്, അറേ, ഫങ്ഷൻസ് എന്നിവ വാല്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഈ എക്സാമ്പിളിൽ നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മുടെ പേഴ്സൺ ഒബ്ജക്റ്റിൽ നമ്മൾ പിന്നെയും അഡ്രസ്സ് എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പിന്നെയും നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ് എന്നിവ പിന്നെയും വേറൊരു ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ലോഗ് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മുടെ പേഴ്സൺ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറേസിനെ വേണമെങ്കിൽ അറേസിനെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹോബീസ് എന്ന് പറയുന്ന ഒരു അറേനെയും നമ്മുടെ പേഴ്സൺ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. ഒബ്ജക്ട്സിലെ വാല്യൂസിനെ നമുക്ക് ഡോട്ട് നൊട്ടേഷൻ അല്ലെങ്കിൽ ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഡോട്ട് നൊട്ടേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെയിം, അങ്ങനെയാണ് നമ്മൾ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ പേഴ്സൺ ഡോട്ട് നെയിം എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജോൺ എന്ന് പറയുന്ന വാല്യൂവിനെ ഔട്ട്പുട്ടായിട്ട് കിട്ടി. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് നൊട്ടേഷൻ ആണ്. ബ്രാക്കറ്റ് നൊട്ടേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു, അതിനുശേഷം 2 ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മളുടെ കീയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം. console.log നമ്മൾ പറയാണ് പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു നമ്മൾ, അതിനുശേഷം 2 ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ കീ എന്താണോ ആ കീ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഏജ് എന്ന് പറയുന്ന കീ കൊടുത്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഒബ്ജക്ട്സിലെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കഴിയും. ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പേഴ്സൺ ഡോട്ട് ഇമെയിൽ ഏത് പ്രോപ്പർട്ടിയാണോ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത് അതിന് നമ്മുടെ ഒബ്ജക്റ്റ് ഡോട്ട് ആ പ്രോപ്പർട്ടിയുടെ നെയിം അല്ലെങ്കിൽ ആ കീയുടെ നെയിം കൊടുക്കുക, ഈക്വൽ ടു ഇടുക, അതിനുള്ള വാല്യൂ അസൈൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമ്മൾ പേഴ്സൺ ഡോട്ട് ഇമെയിൽ ഇസ് ഈക്വൽ ടു john@example.com എന്ന് കൊടുത്തു. നമ്മുടെ ഒബ്ജക്റ്റിൽ ഇമെയിൽ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം സെറ്റ് ചെയ്തപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇമെയിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ കൺസോളിൽ ഒബ്ജക്റ്റിന് ലോഗ് ചെയ്തപ്പോൾ കാണാൻ പറ്റും. ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിലെ ഒരു പ്രോപ്പർട്ടീനെ ഡിലീറ്റ് ചെയ്യാനും കഴിയും. എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിലെ ഒരു പ്രോപ്പർട്ടീനെ ഡിലീറ്റ് ചെയ്യാം. എക്സാമ്പിളിൽ കാണുന്ന പോലെ ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു, ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു, ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഏത് പ്രോപ്പർട്ടി ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ. ഇവിടെ നമ്മൾ ഹോബീസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് പേഴ്സൺ ഡോട്ട് ഹോബീസ് കൊടുത്തു. ഇപ്പം നമ്മൾ കൺസോളിൽ ലോഗ് ചെയ്യിക്കുമ്പോൾ ഹോബീസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് അവിടെ കാണാനില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. ഇനി അടുത്തത് ഒരു ഒബ്ജക്റ്റിലെ ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് നോക്കി ഡിലീറ്റ് ചെയ്യുന്നത് നോക്കി, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാല്യൂവിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ
ഏത് പ്രോപ്പർട്ടിയാണോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അപ്പോൾ പേഴ്സൺ ഡോട്ട് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ആ പ്രോപ്പർട്ടിയുടെ നെയിം ഈസ് ഈക്വൽ ടു പുതിയ വാല്യൂ എന്താണോ നമുക്ക് കൊടുക്കേണ്ടത് അത് അസൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പേഴ്സൺ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ സാറാന്ന് വെച്ച് അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കൺസോളിൽ പേഴ്സൺ പിന്നെ ലോഗ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇപ്പോൾ സാറാന്ന് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റിലെ എല്ലാ കീകളെയും ഒരു അറേ ആയി ലഭിക്കാൻ നമുക്ക് ഒബ്ജക്റ്റ് ഡോട്ട് കീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് ഉപയോഗിക്കാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് പേഴ്സൺ എന്ന ഒബ്ജക്റ്റിലെ എല്ലാ കീസിനെയും, അതായത് നമ്മൾ സെറ്റ് ചെയ്ത കീ വാല്യൂ പെയേഴ്സിലെ എല്ലാ കീസിനെയും നമുക്ക് എടുക്കണം. അതിന് നമ്മളിവിടെ കീസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട് കീസ് എന്ന് പറയുന്ന മെത്തേഡിൽ കീസ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പേഴ്സൺ ഒബ്ജക്റ്റിനെ പാസ് ചെയ്തു. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ കീസിനെ ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒബ്ജക്റ്റിലെ എല്ലാ കീകളെയും നമുക്കൊരു അറേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെയിമിനെയും ഏജിനെയും അഡ്രസ്സിനെയും ഇമെയിലിനെയും ഒക്കെ. അതുപോലെ ഒബ്ജക്റ്റിലെ എല്ലാ വാല്യൂകളെയും ഒരു അറേ ആയി ലഭിക്കാൻ നമുക്ക് ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റിലെ എല്ലാ വാല്യൂസിനെയും നമുക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കോൺസ്റ്റ് വാല്യൂസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് മെത്തേഡിലേക്ക് നമ്മുടെ പേഴ്സൺ ഒബ്ജക്റ്റിനെ പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കൺസോളിൽ ലോഗ് ചെയ്യിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എല്ലാ വാല്യൂസും ഒരു അറേ ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റിലെ എല്ലാ കീ വാല്യൂ പെയേഴ്സിനെയും ഒരു അറേയിൽ ഓരോ അറേകളായി ലഭിക്കാൻ ഒബ്ജക്റ്റ് ഡോട്ട് എൻട്രീസ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ കോൺസ്റ്റ് എൻട്രീസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിലേക്ക് ഒബ്ജക്റ്റ് ഡോട്ട് എൻട്രീസ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പേഴ്സൺ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രീസ് എന്ന് പറയുന്ന കോൺസ്റ്റിനെ കൺസോളിൽ ലോഗ് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എല്ലാ കീ വാല്യൂസിനെയും, ഇപ്പം നെയിമിൻ്റെ വാല്യൂ അതൊരു അറേ ആയിരിക്കും. അടുത്തത് ഏജിൻ്റെ വാല്യൂ അത് അടുത്തൊരു അറേ ആയിരിക്കും.